നേഴ്സറികളിൽ നിന്ന് കൊണ്ടുവരുന്ന ജമന്തിയിലൊക്കെ ഇതുപോലെ നന്നായിട്ട് കട്ടയ്ക്ക് പൂക്കൾ ഉണ്ടാവാനായിട്ട് നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ എല്ലാവരും കാണണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ജമന്തി ചെടിയിലൊക്കെ നന്നായിട്ട് പൂക്കൾ വരികയാനായിട്ട് ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് അതിനായിട്ടുള്ളൊരു പോട്ടി മിക്സ് ആണ്. വെള്ളം വാർന്നു പോകത്തക്ക രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് നമ്മൾ ജമന്തി ചെടിക്ക് തയ്യാറാക്കി കൊടുക്കണം. മണ്ണും മണലും ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചകിരിച്ചോറും എല്ലാം കൂടെ കൂടിയുള്ള നല്ലൊരു ഇളക്കമുള്ള പോട്ടി മിക്സ് ആയിരിക്കണം നമുക്കതിന് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജമന്തി ചെടി ചീഞ്ഞു പോകും. വെള്ളം ഒട്ടുമില്ലാതെ വന്നാലും ഉണങ്ങിപ്പോകും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു കണക്കൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ലപോലെ നനച്ചതിന് ശേഷം പിറ്റേ ദിവസം ശരിക്കും പറഞ്ഞ് നനയ്ക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വെയിലുള്ള സമയമാണെങ്കിൽ മാത്രം നമ്മൾ മണ്ണ് ഡ്രൈ ആയി വരുന്ന ഒരു സമയത്ത് നനച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഓവർ വാട്ടറിങ് നല്ലതല്ല. അടുത്തതായിട്ട് ചെയ്യേണ്ടത് നല്ലപോലെ മുട്ടുകൾ വിരിയാനായിട്ട് ജമന്തി ചെടിയുടെ പൂക്കളൊക്കെ ഒന്ന് വിരിഞ്ഞ് കരിയാറാകുന്ന സമയത്ത് അന്നേരം തന്നെ പൂക്കളിൻ്റെ അതിൻ്റെ ഒരു ചെറിയ ഇലയുടെ താഴെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് തന്നെ പുതിയ തളിർപ്പുകൾ ഉണ്ടാവാൻ സഹായിക്കുന്നു. അപ്പോൾ ഇന്ന് അതിനായിട്ട് ഞാൻ കാടിവെള്ളം, അതായത് കുത്തരി കഴുകിയ വെള്ളമാണ് ഏറ്റവും നല്ലത്. ഇതിന് നല്ല റിസൾട്ടാണ് കുത്തരി കഴുകി. ഒരുപാട് തവിടുള്ളത് കൊണ്ട് തന്നെ നല്ല പ്രോട്ടീനും കാര്യങ്ങളും ഒക്കെ ചെടിക്ക് നല്ല ഹെൽത്തി ആയിട്ട് ചെടി വളരാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു അരി കഴുകിയ വെള്ളം കേട്ടോ. അതായത് നമ്മുടെ കുത്തരി കഴുകിയ വെള്ളം. അതിലേക്ക് സവോളത്തൊലി, ഉള്ളിത്തൊലിയും അതുപോലെ തന്നെ എന്ത് പച്ചക്കറി വേസ്റ്റും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ഉണ്ട ശർക്കരയാണ് ഇട്ട് കൊടുത്തത്. നെല്ലിക്ക വലുപ്പത്തിലുള്ള ശർക്കരയും കൂടി ഇട്ട് കൊടുത്തു. ശർക്കര ഇടുന്നത് മൂലം നമ്മുടെ ആ ഒരു പിന്നെ എന്താ പറയുക, വളം ഉണ്ടാക്കുമ്പോൾ ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ തന്നെ നല്ല ബാക്ടീരിയകളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ശർക്കര ഇടുന്നതുകൊണ്ട് വളരെയധികം നല്ലതാണ്. അപ്പം നല്ല വളക്കൂറുള്ള മണ്ണുമായി കിട്ടും നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട്. അപ്പം ഇത് ഞാൻ 3 ദിവസം പുളിപ്പിച്ചതിന് ശേഷമാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. ഈ അരിച്ചെടുത്ത വേസ്റ്റ് നമ്മളൊക്കെ പച്ചക്കറി നിലത്ത് വെച്ച് പിടിക്കുന്ന പച്ചക്കറിയുടെ ചുവട്ടിലോ ചെടികളുടെ ചുവട്ടിലോ ഒക്കെ നമുക്ക് മണ്ണ് കളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല അടിപൊളി വളമാണ്. ശരിക്കും പറഞ്ഞാൽ തവിടുള്ള അരിയുടെ വെള്ളം തന്നെ എടുക്കണം. അതായത് കുത്തരിയുടെ വെള്ളമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഞാനൊരു കായടം കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 3 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് ആ ഒരു ചെറിയ ബക്കറ്റ് നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്രയാണ് ക്വാണ്ടിറ്റി അതനുസരിച്ച് നമ്മൾ വെള്ളം കൂട്ടി ഒരു നൈസായിട്ട് രൂപത്തിൽ ഒരുമാതിരി കട്ടിയില്ലാത്ത രൂപത്തിൽ നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കറക്റ്റ് അളവിൽ ചെയ്തെടുത്താൽ മതി. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചെടികളുടെ ചുവട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ നമുക്കിത് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ തേയിലയുടെ വേസ്റ്റും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ തൊലി, ബാക്കി വന്ന തൊലിയും കൂടെ കൂട്ടി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്ത് കേട്ടോ. മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇത് 2-3 ദിവസം ശേഖരിച്ച് വെച്ച കുറച്ച് തേയിലപ്പൊടിയുടെ വേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ തൊലിയും 2-3 ദിവസം ആയതായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടി അരച്ചെടുത്തതാണ്. എന്നിട്ട് ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ കാടിവെള്ളത്തിനകത്ത്, കുത്തരി കഴുകിയ വെള്ളത്തിനകത്താണ് അത് വിടുന്നത്. എന്നിട്ട് ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഇട്ടിട്ട് 2-3 ദിവസം പുളിപ്പിച്ചെടുക്കണം കേട്ടോ. പുളിപ്പിച്ചെടുത്തതിന് ശേഷം ഇതും ഇതുപോലെ തന്നെ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം ഒരു 3-4 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചെടികളുടെ ചൂട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കാം. വളരെയധികം നല്ലതാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ ഉണ്ടാവാനായിട്ടും ഏത് ചെടികൾക്കും, പൂക്കുന്ന ഏത് ചെടികൾക്കും നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വേസ്റ്റ് ഇങ്ങനെ അരച്ചതിന് ശേഷം, തേയിലയുടെ വേസ്റ്റും ബീറ്റ്റൂട്ടിൻ്റെ തൊലി അരച്ചതിന് ശേഷം വെറുതെ നമുക്ക് മണ്ണ് ഒന്ന് ഇളക്കിയതിന് ശേഷം ചുവടിൽ കുഴിച്ചിട്ടും കൊടുക്കാം. എന്നിട്ട് മണ്ണ് പെട്ടെന്ന് മൂടി ഇട്ടേക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതിന് റിസൾട്ട് കിട്ടത്തില്ല. നല്ലപോലെ മണ്ണ് ഇളക്കിയതിന് ശേഷം മണ്ണ് ഇട്ട് മൂടി വേണം ചെയ്യാനായിട്ട്. അങ്ങനെയും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഴ്ചയിലും 15 ദിവസം കൂടുമ്പോഴും ഒക്കെ നമ്മുടെ ചെടിക്ക് വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജമന്തി ചെടിയൊക്കെ നന്നായിട്ട് നല്ലപോലെ ഫ്ലവറിങ് തരുന്നതായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളത്തിൻ്റെ അളവ്, ഒഴിക്കുന്ന അളവിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ നല്ലൊരു പോട്ടി മിക്സ് ആയിരിക്കണം. നല്ലപോലെ വെള്ളം വാർന്നു പോകത്തക്ക രീതിയിലുള്ള പോട്ടി മിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ജമന്തി ചെടി നന്നായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് ജറബറ ചെടിയും കേട്ടോ. ജറബറ ചെടിയും ഇതുപോലെ തന്നെ ശ്രദ്ധിച്ച് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതെ അതിൻ്റെ ചൂടൊക്കെ നല്ല ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ ജറബറ ചെടിക്ക് നല്ല വലിയ പൂക്കൾ തന്നെ ഉണ്ടാവും. എൻ്റെ ജറബറ ചെടിയിൽ ഇപ്പം 3ാമത്തെ പ്രാവശ്യമാണ് പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.